So welcome back to our channel. So നമ്മൾ നെക്സ്റ്റ് ഇനി നോക്കാനുള്ള മോഡ്യൂൾ 4ലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് മെട്രിക്സ് ചെയിൻ മൾട്ടിപ്ലിക്കേഷൻ. സോ എങ്ങനെയാണ് മെട്രിക്സ് ചെയിൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ആ ഒരു ഫോർമാറ്റ്. ഇപ്പോൾ MIJ എന്ന് പറഞ്ഞ നമ്മുടെ മെട്രിക്സ് എന്നുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ട് MIJ നമുക്ക് കണ്ടുപിടിക്കാനുള്ളെങ്കിൽ അവിടുത്തെ ഫോർമുല അതായത് മിനിമം ഓഫ് MIK പ്ലസ് MK പ്ലസ് 1, J പ്ലസ് PI മൈനസ് J ഇൻറ്റു PJ ഇൻറ്റു PK. ഇതാണ് ആ ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് യൂസ് ചെയ്താണ് നമ്മൾ ആ ഒരു മെട്രിക്സിൻ്റെ അകത്തുള്ള വാല്യൂസ് MIJ ഓരോ പൊസിഷനിലുള്ള വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എക്സാമ്പിൾ, given the sequence of the dimensions of a matrix chain 3, 2, 4, 2, 5. Compute the minimum number of scalar multiplication required to multiply the chain and determine the optimal parenthesis sequence. സോ മെയിനായിട്ട് നമ്മളിവിടെ മിനിമം നമ്പർ ഓഫ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എത്ര ഈ ഒരു ചെയിൻ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എത്ര സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ റിക്വയർ ആവുന്നു എന്ന് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഈ തന്നിരിക്കുന്ന ഇതാണ് ഈ ഒരു ഡേറ്റ് നമുക്ക് തന്നിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ഫോർമുലയും പഠിച്ചു വെക്കും. ഇത് രണ്ടും വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ഡേറ്റ് നമുക്ക് ഇവിടെ എഴുതി നോക്കാം. ഏതാണ് ചെയിൻ തന്നിട്ടുള്ളത്? മെട്രിക്സ് ചെയിനാണ് 3, 2, 4, 2, 5 അല്ലേ? ഈ ഒരു ചെയിനിൽ നിന്ന് നമുക്ക് എത്ര തരം മെട്രിക്സ് ഒരു ഇത് ഉണ്ടാക്കാം, മെട്രിക്സിന്റെ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റും നോക്കിക്കോ. ഇതിപ്പം 3 into 2 ഒരു മെട്രിക്സ് A1 എന്ന് പറഞ്ഞൊരു മെട്രിക്സ്, പിന്നെ നമുക്ക് 2 into 4 A2 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് കോമ്പിനേഷൻ. നെക്സ്റ്റ് 4 into 2 4 into 2 എന്ന് പറഞ്ഞൊരു മെട്രിക്സ്, അത് A3 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് കോമ്പിനേഷൻ. നെക്സ്റ്റ് 2 into 5. സോ ഒരു 2x2 മെട്രിക്സിന്റെ ആണെങ്കിൽ നമുക്കൊരു 4 കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. 3 into 2, 2 into 4, 4 into 2, 2 into 5 ഇല്ലേ? ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് മെയിനായിട്ട് നമ്മൾ 2x2 മെട്രിക്സ് ആയതുകൊണ്ടും നമുക്കിവിടെ മെയിനായിട്ട് എത്ര 4 കോമ്പിനേഷൻസ് വരുന്നുള്ളൂ. A1, A2, A3, A4. സോ ഒരു 4x4 മെട്രിക്സ് ആണ് ഞാനിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നോക്കിയൊരു 4x4 മെട്രിക്സ് ആണ് ഞാൻ എടുക്കുന്നത്. 1, 2, 3, 4 1, 2, 3, 4 1, 2, 3, 4 1, 2. ഓക്കെ, ഇവിടെ നമ്മൾ ഈ കാൽക്കുലേറ്റ് ആ ഒരു ഫോർമുല യൂസ് ചെയ്ത്, ഫോർമുല എന്തോ ഞാൻ ഫോർമുല ഇവിടെ ഒന്നും കൂടി എഴുതാം. MIK പ്ലസ് M of K പ്ലസ് 1, J പ്ലസ് PI മൈനസ് J ഇൻറ്റു PJ ഇൻറ്റു PK. സോ ഇതായിരുന്നു ഫോർമുല. ഈ ഫോർമുല യൂസ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ ഇവിടെ നമ്മൾ ഈ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ആ മെട്രിക്സിന്റെ ഈ ഒരു 4x4 മെട്രിക്സിന്റെ അകത്തുള്ള വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള K വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നതാണ് ഇവിടെ. സോ ഈ ഒരു മെട്രിക്സിൽ നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യുന്നത്? ഈ മെട്രിക്സിന്റെ ഇവിടെയുള്ള ഈ ഡയഗണൽ വേസ് എപ്പോഴും 0, 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ 0, 0 ആയിരിക്കും. ഡയഗണൽ 0 ആയിരിക്കും. ഈ ഡയഗണൽ ഇങ്ങോട്ടായിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അതായത് ഈ ഡയഗണൽ 0, 0 കൊടുത്തതിന് കഴിഞ്ഞ ശേഷമുള്ള മുകളിലോട്ടുള്ള വാല്യൂസ് വേണം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. കെയിലെ കേസിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കണം, 1, 2. ഓക്കെ, അപ്പോൾ നമുക്ക് മെട്രിക്സ് ഈ മെട്രിക്സിന്റെ പേരാണ് M എന്ന് ഇവിടെ കാണിച്ചിരുന്നത്. സോ മെട്രിക്സ് 1, 2 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളൂ. 1, 2 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 1, 2 നോക്കുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ പ്രകാരം നമുക്കിവിടെ K ഉണ്ട്, I ഉണ്ട്, J ഉണ്ട്. ഈ 1, 2 വെച്ച് നമുക്കറിയാം ഈ I എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, J എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. Kയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഒരു 1, 2 ആണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഈ 1 തൊട്ട് 2 വരെ ഇതിന്റെ ഇടയിൽ Kയുടെ വാല്യൂ എന്തായിരിക്കും? ഇതിന്റെ ഇടയിൽ വരുന്ന വാല്യൂ, അതായത് ഇത് നമുക്ക് 1, 2 ആണെങ്കിൽ മാക്സിമം Kയുടെ വാല്യൂ ഏത് വരുള്ളൂ? 1 വരാളൂ. ഇപ്പോൾ 1, 3 ആണെങ്കിൽ Kയുടെ വാല്യൂ 2 വരാം, 1 വരാം. അപ്പോൾ 1 to 2 ആയതുകൊണ്ട് Kയുടെ വാല്യൂ എന്താണ്? K ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഒരിക്കലും 2 വരത്തില്ല. K2 കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആയിരിക്കും വരേണ്ടത്. അപ്പോൾ K ഈക്വൽ ടു 1 ആയിരിക്കും. സോ നമുക്കിവിടെ 1 ആയിരിക്കും മാക്സിമം വരാവുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫോർമുലിട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇത് ഫില്ല് ചെയ്യണം പറഞ്ഞുതരാം. ആദ്യം ഫോർമുലയിലിട്ട് ചെയ്യാം. ഫസ്റ്റ് ഫോർമുല എന്തുവായിരുന്നു? 1, 2 കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ത്? MIK പ്ലസ് MK പ്ലസ് 1, J. അപ്പോൾ MIK ഇവിടെ Kയുടെ വാല്യൂ എന്താന്ന് പറഞ്ഞാൽ 1. അപ്പോൾ എന്ത്? ഇത് IK എന്ന് പറയുമ്പോൾ M1, 1 പ്ലസ് MK പ്ലസ് 1. Kയുടെ വാല്യൂ 1 ആണ്. സോ 1 പ്ലസ് 1 2, J. Jയുടെ വാല്യൂ 2, 2, പ്ലസ് PI മൈനസ് J. ഇവിടെ P എന്ന് പറയുന്ന വാല്യൂ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തന്നിരിക്കുന്ന ചെയിൻ ഇല്ലേ, ഈ ചെയിനെയാണ് P0, P1, P2,
P3 P4 നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ Pi മൈനസ് ജെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ Pi മൈനസ് ജെ എന്ന് പറയുമ്പോൾ ഏതാ പറഞ്ഞത്? Pi മൈനസ് ജെ, അതായത് P ഇവിടുത്തെ I എന്താണ്? 1 ആണ്. 1 മൈനസ് ജെ എന്ന് പറയുമ്പോൾ എത്ര വരും? P1 മൈനസ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു Pi മൈനസ് ജെ അല്ല, ഫോർമുലയിൽ ചെറിയ പറ്റി I-1 ആണേ, അതാണ് അവിടെ സ്റ്റക്കായത്. Pi മൈനസ് 1 ആണ്. ഓക്കെ, ഫോർമുല കറക്റ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. Mi, പ്ലസ് Mk+1, J പ്ലസ് Pi മൈനസ് 1. ഓക്കെ, ഇൻറ്റു Pj ഇൻറ്റു Pk. സോ ഇവിടെ എന്താ പറഞ്ഞത്? ഇതുവരെ നമ്മൾ ചെയ്തില്ലേ. ഇനി Pi മൈനസ് 1 ആണ്. ഇവിടെ ഐയുടെ വാല്യൂ നമുക്കറിയാം എന്താണ്? 1 ആണ്. സോ 1 മൈനസ് 1 P0 ഇൻറ്റു Pj എത്രയാണ്? P2 ആണ്. ജെയുടെ വാല്യൂ 2 ആണ്. P2 ഇൻറ്റു Pk, കെയുടെ വാല്യൂ എന്താണ്? 1. സോ P1. എങ്ങനെ ചെയ്യും നോക്കിക്കോ. M1, 1, മെട്രിക്സിൽ എന്താണുള്ളത്? 0 പ്ലസ് M2, 2, മെട്രിക്സിൽ എന്താ? 0 പ്ലസ് P0 വാല്യൂ എന്താണ്? 3 ഇൻറ്റു P2യുടെ വാല്യൂ എന്താണ്? 4. മെട്രിക്സ് ചേഞ്ച് നോക്കുക. P1ൻ്റെ വാല്യൂ 2. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24 കിട്ടും. സോ അതാണ് M12യുടെ വാല്യൂ 24. 1, 2. ഇപ്പം ഇവിടെ നമുക്ക് എന്ത് ഫില്ല് ചെയ്യാം? 24 ഫില്ല് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ സ്റ്റെപ്പ് എങ്ങനെയാണ്? അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? 1, 3 ആണല്ലേ. സോ നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം ഇങ്ങനെ ഡയഗണലി ചെയ്തു പോകാൻ നോക്കാം. അപ്പോൾ അടുത്ത് നമുക്ക് 2, 3 കണ്ടുപിടിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കിക്കോ. M23 കണ്ടുപിടിക്കാൻ പോവാണ്. ഫോർമുല എന്തായിരുന്നു? ഒന്നും കൂടെ പറയാം. MIK പ്ലസ് MK+. സോ MIK ആണ്. ഇവിടുത്തെ I എന്താണ്? J എന്താണ്? കെയുടെ വാല്യൂ പറഞ്ഞുതരാം. കെയുടെ വാല്യൂ ഇവിടെ എന്തായാലും 2 to 3 ആണല്ലേ. 2 to 3 ആകുമ്പോൾ ഇവിടെ കെയുടെ വാല്യൂ ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ട്? 2 ഉണ്ടല്ലേ. 2 to 3 ആണെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. K = 2 ആണ്. ഓക്കെ, അപ്പം എങ്ങനെ വരും? MI, K ആണ്. അപ്പം I, K എന്നത് 2, 2 പ്ലസ് MK+1, J. K+1 2 + 1 3, J 3 പ്ലസ് അടുത്ത് എന്താണ്? Pi മൈനസ് 1. I എന്താണ്? 2 മൈനസ് 1 P1 ഇൻറ്റു Pj, P3 ഇൻറ്റു Pk, അപ്പം P2. ഓക്കെ, വാല്യൂസ് നോക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ P2, 2 മെട്രിക്സിൽ നോക്കിയാൽ 2, 2 എത്രയാണ്? 0 ആണ്. 0 പ്ലസ് M3, 3. 3, 3 എന്താണ്? 0 ആണ്. പ്ലസ് P1ൻ്റെ വാല്യൂ 2 ആണ്. 2 ഇൻറ്റു P3യുടെ വാല്യൂ 2 ആണ്. ഇൻറ്റു P2, P2യുടെ വാല്യൂ 4 ആണ്. സോ 2 ഇൻറ്റു 2 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16 കിട്ടും. സോ 16 ആണ് 2, 3യിലെ വാല്യൂ. സോ 2, 3യുടെ അവിടെ നമുക്ക് എന്ത് എഴുതാം? 16 എഴുതാം. ഓക്കെ, നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ള ആരാണ്? 1, 4 ആണ്. 1, 4 നമ്മളൊന്ന് ഡയഗണി, സോറി P23 അല്ലേ, സോറി തെറ്റിപ്പോയി. ഇവിടെ അല്ല 16, 2, 3, 16. ശ്രദ്ധിക്കണേ, നമ്മൾ ഡയഗണലി ആണ് ഫില്ല് ചെയ്യുന്നത്. 24 ഇവിടെയാണ് 16. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചില്ല. നെക്സ്റ്റ് 2, 3 ആണ് ഇവിടെ കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് 3, 4 ഇവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 3, 4. അപ്പം അടുത്ത സ്റ്റെപ്പിൽ നോക്കിക്കോ. M34 ഈക്വൽ ഫോമിൽ എന്തോ MI, നമുക്കിവിടെ K കണ്ട, K കണ്ടുപിടിച്ചിട്ട് ഫോമിൽ നോക്കാം. അപ്പോൾ M3, 4 കെയുടെ വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ. കെയുടെ വാല്യൂ 3 ആയിരിക്കും. സോ K = 3 ആണ്. ഫോമുല എന്തോ? MI, K. അപ്പോൾ I എന്താണ്? 3. ഇതാണ് I, ഇതാണ് J. 3, 3 പ്ലസ് MK+1. 3 + 1 4, J. 4, J എന്താണ്? ഇവിടെ 4 ആണ്. പ്ലസ് Pi മൈനസ് 1. 3 മൈനസ് 1 2 ഇൻറ്റു Pj, P4 ഇൻറ്റു Pk, P3 ചെയ്യുമ്പോൾ M3, 3 നോക്കിക്കേ. 3, 3ൽ എന്താണ്? 0 ആണ്. പ്ലസ് 4, 4ലും 0 ആണ്. പ്ലസ് P2യുടെ വാല്യൂ നോക്കിക്കേ. P2 എന്താണ്? 4 ആണ്. P2 4. P4 നമ്മൾ നേരത്തെ ചെയ്തു. P4 എത്ര എഴുതും? P4 5 അല്ലേ. P4 5 ആണ്. 5 ഇൻറ്റു P3 എത്രയാണ്? 2 ആണ്. അപ്പോൾ ടോട്ടൽ വാല്യൂ എത്ര കിട്ടും? 40 എന്ന് കിട്ടും. സോ M34 വാല്യൂ കിട്ടി. എത്രയാണ്? 40. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് 1, 3 കണ്ടുപിടിക്കാം. M13. സോ M13യുടെ കേസിൽ നമുക്ക് കുറച്ചൊരു കണ്ടീഷൻ മാറ്റം വരും. അതായത് നമുക്ക് 2 പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്തതിൽ മിനിമം വാല്യൂ എടുക്കണം. അതായത് 13ൽ കെയുടെ വാല്യൂക്ക് 2 പോസിബിലിറ്റിയാണ് ഉള്ളത്. ഒന്ന് 1 വരാം, 2 1ൻ്റെയും 3യുടെ ഇടയിൽ 1 to 3 ആണ് പോകുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? 2 ഉണ്ട്. സോ കെയുടെ വാല്യൂ 1 വരാം,
കെയുടെ വാല്യൂ 2 വരും. സോ ആദ്യം 1 വെച്ച് ചെയ്യുകയാണ്. 1 വെച്ച് ചെയ്യുമ്പോൾ എം ഐ കോമ കെ ആണ്. അപ്പോൾ 1 ഇവിടെ ഐ ഓക്കെ 1,1 പ്ലസ് എം കെ പ്ലസ് 1 2, ജെ 3 പ്ലസ് പി ഐ മൈനസ് 1 1 മൈനസ് 1 P0 ഇൻറ്റു P3 ഇൻറ്റു P1 ചെയ്യുമ്പോൾ എത്ര കിട്ടും? M1,1 എന്തായിരിക്കും? 0 ആണ്. പ്ലസ് M2,3 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 16 ആണ്. സോ 16 പ്ലസ് P0 വാല്യൂ 3 ഇൻറ്റു 2 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടും? ഓൾമോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 28 കിട്ടും. ഓക്കെ, ഇനി K ഈക്വൽ ടു 2 വെച്ച് ചെയ്യുമ്പോൾ സെയിം ഇത് വെച്ച് ഈ ഒരു മെട്രിക്സിന് 2 കണ്ടീഷൻ, ഇതിൽ മിനിമം വാല്യൂ നമ്മൾ എടുക്കും. സോ M 1,3യിൽ തന്നെ കെയുടെ വാല്യൂ 2 ഇട്ട് ചെയ്യാണ്. അപ്പോൾ എത്ര വരും? 1, I, K അല്ലേ? 1,2 പ്ലസ് M 2 പ്ലസ് 1 K പ്ലസ് 1, J പ്ലസ് P I മൈനസ് 1 1 മൈനസ് 1 P0 ഇൻറ്റു P3 ഇൻറ്റു P2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? M 1,2യുടെ വാല്യൂ ഉണ്ടോ? ഉണ്ട്. എത്രയാണ്? 24 പ്ലസ് M 3,3 0 24 പ്ലസ് 0 പ്ലസ് P0യുടെ വാല്യൂ 3 ഇൻറ്റു 2 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 48 കിട്ടും. അപ്പോൾ നോക്കുക, 28 ആണോ 48 ആണോ മിനിമം വാല്യൂ? 28 ആണ്. സോ നമ്മൾ ചൂസ് ചെയ്യണ K ഈക്വൽ ടു 1 കണ്ടീഷനിൽ 28 ആണ്. സോ അപ്പോൾ 1, 3യിൽ എന്ത് എഴുതും? 28 എഴുതും. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് 2, 4 ആണ്. 2, 4 ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. 2, 4ലെ കണ്ടീഷനിൽ നമുക്ക് കെയുടെ വാല്യൂ 2 വാല്യൂ വരും. ഒന്ന് 2ഉം വരും, പിന്നെ 2 to 4 ആണ്. അപ്പോൾ അവിടെ ആരുണ്ട്? K 3 ഉണ്ടല്ലേ? 3യുടെ കണ്ടീഷൻ വരും. 2 കണ്ടീഷനും നോക്കുക, മിനിമം വാല്യൂ എടുക്കുക. ആദ്യം K ഈക്വൽ ടു 2 നോക്കുക. അപ്പോൾ എങ്ങനെ വരും? M ഓഫ് M 2,2 ഇത് I ഇത് J 2,2 പ്ലസ് M K പ്ലസ് 1 2 പ്ലസ് 1 3,4 പ്ലസ് P I മൈനസ് J 2 മൈനസ് 1 1 ഇൻറ്റു P4 ഇൻറ്റു P2 ഓക്കെ ഈക്വൽ ടു എന്ത് കിട്ടും? 0 പ്ലസ് P2 അല്ലേ? 3, 4 നോക്കിയാൽ 3, 4 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 40 പ്ലസ് P1ൻ്റെ വാല്യൂ 2 ഇൻറ്റു 4 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 80 കിട്ടും. ഇനി K ഈക്വൽ ടു 3 വെച്ച് ചെയ്തേ. I, K ആണല്ലേ? അപ്പോൾ I എന്താണ്? I ഇവിടെ 2 ആണ്. 2,3 പ്ലസ് ആണ് M അടുത്തെന്താ? K പ്ലസ് 1 3 പ്ലസ് 1 4,4 പ്ലസ് P1 ഇൻറ്റു P3 ഇൻറ്റു P4 2,3യുടെ വാല്യൂ എത്രയാണ്? 16 ആണ്. പ്ലസ് 4,4 0 പ്ലസ് P1ൻ്റെ വാല്യൂ 2 P3യുടെ വാല്യൂ 5 P4ൻ്റെ വാല്യൂ 2 ചെയ്യുമ്പോൾ നമുക്ക് 36 കിട്ടും. അപ്പോൾ 80 ആണോ 36 ആണോ മിനിമം? 36 ആണ്. സോ കെയുടെ വാല്യൂ 3 ആണ്. നമ്മളിവിടെ 36 ആണ് എടുക്കുന്നത്. മിനിമം വാല്യൂ എടുത്തു നമ്മളിവിടെ ഫില്ല് ചെയ്യും. പേര് നോക്കിയാൽ 2, 4 36 ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നോക്കാൻ പോണാൽ 1, 4 ആണ്. ഇവിടുത്തെ വാല്യൂ ആണ് കണ്ടുപിടിക്കണം. അപ്പം M 1,4 ഇവിടെയും കെയുടെ വാല്യൂ 2 കണ്ടീഷൻ വരും. 1ഉം വരും, K ഈക്വൽ ടു 2 അല്ല 3 കണ്ടീഷൻ. K ഈക്വൽ ടു 2 വരും, K ഈക്വൽ ടു 3 വരും. 3 കണ്ടീഷന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് M ഈക്വൽ ടു 1, 4 ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് 16 കിട്ടും. അതേപോലെ M 1,4 ചെയ്യുമ്പോൾ 124 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക ഫോമുലയിലിട്ട്. M 1,4 ഇട്ട് ചെയ്യും. 1,4ൽ ഇത് കെയുടെ വാല്യൂ 1 എടുത്തപ്പോൾ, ഇത് കെയുടെ വാല്യൂ 2 എടുത്തപ്പോൾ, ഇത് കെയുടെ വാല്യൂ 3 എടുത്തപ്പോഴാണ്. ഓക്കെ, അപ്പം 3 എടുത്ത സമയത്ത് നമുക്ക് എനിക്ക് വാല്യൂ കിട്ടിയത് 58 എന്നാണ്. സോ ഇതിൽ 124 66 58 ഏതാ സ്മോള്? 58 ആണല്ലേ? സോ 58 ആണ് നമ്മളിവിടെ M ഈക്വൽ ടു K ഈക്വൽ ടു 3 കണ്ടീഷനിൽ 58 ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടുത്തെ വാല്യൂ എത്ര കിട്ടും? 58. ഓക്കെ അല്ലേ? സോ ഇത് ഫില്ല് ചെയ്തു. ഈ ടേബിൾ ഫില്ല് ചെയ്തു. നമുക്കിനി ഈ ടേബിൾ ഫില്ല് ചെയ്യണം. ഈ ടേബിൾ കെയുടെ വാല്യൂ ആണ് ഫില്ല് ചെയ്യേണ്ടത്. നമുക്ക് 1, 2 നോക്കാം. 1, 2 നമ്മൾ ചെയ്തില്ലേ? നോക്കാം. 1, 2ൽ നമ്മൾ കെയുടെ വാല്യൂ 1 ആണ് എടുത്തത്. അപ്പോൾ 1, 2ൻ്റെ അവിടെ 1 കൊടുക്കുക. ഇനി അടുത്ത് 1, 3ൽ 1, 3യുടെ കേസ് നോക്കിയേ. 1, 3ൽ നമ്മുടെ കെയുടെ വാല്യൂ എന്താ എടുത്തത്? 1 ആണ് എടുത്തത്. സോ അവിടെയും 1 കൊടുക്കുക. ഇനി 1, 4ൽ തൊട്ട് മുമ്പ് നമ്മൾ കെയുടെ വാല്യൂ എന്താ എടുത്തത്? 3 ആണ്. സോ 3 കൊടുക്കുക.
നെക്സ്റ്റ് 2 3. 2 3യിൽ നമ്മൾ കെയുടെ വാല്യൂ ഏതെടുത്ത് 2 3യിൽ 16 ആണല്ലേ, കെ ഈക്വൽ ടു 2 ആണ് എടുത്തത്. സോ 2. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് കെ 2 4ൽ 2 4ൽ എത്ര എടുത്താൽ നോക്കേ. 2 4ൽ കെ 2 4ൽ കെയുടെ വാല്യൂ 3 ആണ്. സോ 2 4ൽ 3. ഏത് കെയുടെ വാല്യൂ ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അത് വേണം എഴുതാൻ. അടുത്ത് 3 4ലോ 3 4ൽ കെയുടെ വാല്യൂ എത്രയായിരുന്നു 3 ആയിരുന്നു. സോ ഇവിടെ എത്രയായിരുന്നു 3. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കെയുടെ ടേബിൾ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, ഇത് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് മെട്രിക്സ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള മിനിമം നമ്പർ ഓഫ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അത് നമ്മൾ കോമ്പിനേഷൻ 2 3 പറഞ്ഞു. അതെങ്ങനെയാണ്, അതിൽ ഏത് കോമ്പിനേഷനാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നമുക്ക് 4 4x4 മെട്രിക്സ്. നമ്മളിവിടെ 4 കോമ്പിനേഷൻ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് തന്ന ചെയിൻ മെട്രിക്സ് 4 മെട്രിക്സ് കോമ്പിനേഷൻസ് പറഞ്ഞു. ഇതിൽ ഏതൊക്കെ കമ്പൈൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഇവിടെ നോക്കി, ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ഒരു മെട്രിക്സ് വെച്ചാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ പോകുന്നത്. മെട്രിക്സിൽ ഏറ്റവും ഈ ഒരു ടേബിൾ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ മാക്സിമം വാല്യൂ എവിടെയാണ് കിട്ടിയത് 1 4ൽ 58 കിട്ടിയില്ലേ. സോ 1 4ൽ 58 കിട്ടിയ ദാറ്റ് മീൻസ് നമ്മൾ ആദ്യം ചെയ്യാൻ പോണ 4 വെച്ച് 4th ഇവിടെ വെച്ച് നമ്മളിത് ഡിവൈഡ് ചെയ്തു. 1 4ലായതുകൊണ്ട് 4 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് രണ്ടും സെപ്പറേറ്റ്. അപ്പം നമുക്കിതെങ്ങനെ കിട്ടും, A1 A2 A3 ഒരു സെറ്റായിട്ട് A4, ഇങ്ങനൊരു കോമ്പിനേഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കുക, ഇനി ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, A1 A2 A3യിൽ അത് A13 എടുക്കുക. A13യിൽ കെയുടെ വാല്യൂ എന്താണ് 1 ആണല്ലേ. ഇവിടെ നോക്ക്, കെയുടെ വാല്യൂം കൂടെ വെച്ചാണ് കട്ട് ചെയ്തത്. ഫസ്റ്റ് ഒന്നും കൂടെ പറയാം. ആദ്യം ഞാൻ A1 A2 A3 A4 എന്ന് പറഞ്ഞ 4 കോമ്പിനേഷനിൽ ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ പല മെത്തേഡ് ഉണ്ട് ചെയ്യാൻ. ഞാൻ വേറൊരു മെത്തേഡ് പറയാണ്. A1 A2 A3 A4ൽ ആദ്യം നോക്കേണ്ട നമ്മൾ ഈ ടേബിൾ വരച്ചില്ലേ, അല്ലെ A1 4ലാണ് ഹയസ്റ്റ് മാക്സിമം വാല്യൂ. ഈ മാക്സിമം വാല്യൂടെ കെയുടെ വാല്യൂ എത്രയാണ് 3. അതായത് 3യുടെ പൊസിഷൻ വെച്ച് ഞാനിത് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് ഇത്ര ഒരു കോമ്പിനേഷൻ, A4 സെപ്പറേറ്റ് ഒരു കോമ്പിനേഷൻ. ഇനി ഇതിനെ ഞാൻ ഫർദർ ഡിവൈഡ് ചെയ്യണം. A1 to 3 1 to 3 28 ആൻഡ് കെയുടെ വാല്യൂ 1 ആണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് പൊസിഷനിൽ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ എത്ര A1 പുറത്തും A2 A3 ഒരു കോമ്പിനേഷൻ, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കിട്ടും. മനസ്സിലാവുന്നത് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് പോലെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ ചെയ്യാൻ പോണം. നെക്സ്റ്റ് അപ്പം നമുക്ക് ഫൈനൽ ഇതിപ്പം കിട്ടിയില്ല. ഇനി നമ്മൾ എന്തെങ്കിലും ഇത് കമ്പൈൻ ചെയ്യണം. ഡിവൈഡ് ചെയ്തു, ഇനി നമ്മൾ എന്തെങ്കിലും കമ്പൈൻ ചെയ്യാൻ പറ്റും. ഇത് ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്യുമ്പോൾ ഫൈനൽ ഓർഡർ ഇങ്ങനെയാണ്. ഫൈനൽ ഓർഡർ എങ്ങനെ കിട്ടും, A1 A2 A3 A4 A4 ഉണ്ട്, 4ഉം കൂടെ നമ്മൾ. സോ ഇതാണ് ഫൈനൽ ഓർഡർ. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നും കൂടെ പറയാം, നമ്മൾ ആദ്യം മെട്രിക്സ് ഇങ്ങനെ ഫില്ല് ചെയ്യണമെന്നൊക്കെ അറിയാലോ. ഇതിന്റെ വാല്യൂ ഹയസ്റ്റ് വാല്യൂയുടെ കെയുടെ വാല്യൂ നോക്കുക, അവിടെ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 3 ആണ്. സോ 3യുടെ എൻഡ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പൊ 2 കോമ്പിനേഷൻ കിട്ടും. അതിലിപ്പോൾ 3 ഉള്ളതുകൊണ്ട് നമ്മൾ എഗെയിൻ ഡിവൈഡ് ചെയ്യുന്നു. അതിൽ 1 to 3യുടെ കെയുടെ വാല്യൂ 1 ആണ്. സോ നമ്മൾ 1 ഫസ്റ്റ് പൊസിഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, 2 കോമ്പിനേഷൻ. സോ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഓർഡർ എന്ന് പറയുന്നത്. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് മെട്രിക്സ് ചെയിൻ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ അല്ലേ.